ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറെ കാർലോ ആഞ്ചലോട്ടി ബ്രസീലിൻ്റെ ടീമിൽ ഉൾപ്പെടുത്താത്തത് ബ്രസീലിയൻ ഫുട്ബോൾ ലോകത്ത് വലിയ വിവാദമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇപ്പോഴും അവസാനിച്ചിട്ടില്ല. കഴിഞ്ഞ മത്സരത്തിൽ ബ്രസീൽ ഫ്രാൻസിനോട് പരാജയപ്പെട്ടു. അതിന് പിന്നാലെ നെയ്മർ ആരാധകരുടെ ഒരു വലിയ വിമർശനം ആഞ്ചലോട്ടിക്ക് ഈ വിഷയത്തിൽ ഏൽക്കേണ്ടി വരികയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും എപ്പോഴും നെയ്മർ ജൂനിയറെ പിന്തുണച്ചുകൊണ്ട് സംസാരിക്കുന്ന ബ്രസീലിയൻ ഇതിഹാസമാണ് റൊമാരിയോ. അദ്ദേഹം ഒരിക്കൽ കൂടി നെയ്മർ ജൂനിയറെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അതായത് നെയ്മർ വേൾഡ് കപ്പിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ബ്രസീലിന് വേൾഡ് കപ്പ് നേടാനുള്ള ഒരു സാധ്യത അവശേഷിക്കുകയുള്ളൂ. ബ്രസീലിനെ ഒറ്റയ്ക്ക് മുന്നോട്ട് നയിക്കാനുള്ള ഒരു കപ്പാസിറ്റിയുള്ള താരം അത് നെയ്മർ മാത്രമാണ്. വിനീഷ്യസിനൊന്നും അതിന് സാധിക്കില്ല എന്നാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: വിനീഷ്യസ് നന്നായി കളിച്ചാൽ ബ്രസീൽ ചാമ്പ്യന്മാരാവും എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം വിനി അത്തരത്തിലുള്ള ഒരു താരമല്ല. വിനി നന്നായി കളിച്ചാൽ അത് ബ്രസീലിന് കൂടുതൽ സഹായകരമാകും എന്ന് മാത്രമേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. നന്നായി കളിച്ചാൽ ബ്രസീൽ ചാമ്പ്യന്മാരാകും എന്ന് പറയാൻ കഴിയുന്ന അത് ഒരൊറ്റ താരം മാത്രമേ ബ്രസീലിൽ ഉള്ളൂ. അത് നെയ്മർ ജൂനിയർ ആണ്. നെയ്മർ അദ്ദേഹത്തിന്റെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയാൽ തീർച്ചയായും ബ്രസീലിന് ചാമ്പ്യന്മാരാവാൻ സാധിക്കും. ഇതാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. അതായത് കളിയുടെ ഗതി അത് ഒറ്റയ്ക്ക് തിരിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു താരം അത് നെയ്മർ ജൂനിയർ ആണ് എന്നാണ് ഇപ്പോൾ റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ ബ്രസീൽ പുറത്തായത് ക്രൊയേഷ്യയോട് പരാജയപ്പെട്ടുകൊണ്ടാണ്. ആ മത്സരത്തിന്റെ അവസാനത്തിൽ നെയ്മർ ജൂനിയർ ഒരു ഗോൾ നേടിയിരുന്നു. ഒരു സോളോ ഗോളായിരുന്നു നേടിയിരുന്നത്. അന്ന് ബ്രസീലിന് പ്രതീക്ഷകൾ ജനിച്ചു. പക്ഷേ ബ്രസീലിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് അന്ന് പിന്നീട് പുറത്താവേണ്ടി വന്നിട്ടുള്ളത്. അത്തരത്തിലുള്ള മൊമെന്റുകൾ ഉണ്ടാവണമെങ്കിൽ തീർച്ചയായും നെയ്മർ ജൂനിയർ വേണം. ഒറ്റയ്ക്ക് ഗോൾ നേടണമെങ്കിൽ, ഒറ്റയ്ക്ക് ബ്രസീലിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നെയ്മർ ജൂനിയർ വേണം എന്നാണ് റൊമാരിയോ പറഞ്ഞിട്ടുള്ളത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണാം.